ഉറപ്പല്ലേ? അവർ നടത്തണ്ടേ? അവർ ജയിച്ചുകൊണ്ടിരുന്ന രണ്ടാമത്തെ തോൽക്കാനിടയായ സാഹചര്യം എന്ത്? അങ്ങനെയാണോ? അവർ MLA എന്ന രൂപത്തിലേക്ക് അവരെല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയി പ്രവർത്തിച്ച് പോയിരുന്നെങ്കിൽ പാർട്ടിക്ക് കൂടുതൽ വോട്ടല്ലേ കിട്ടേണ്ടത്? അവരെ 10 വർഷക്കാലം MLA ആക്കി അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി 10 വർഷക്കാലം അവർ MLA ആണ്. ചെറിയ കാര്യമാണോ? ആ 10 വർഷം അവർ MLA ആയതിൻ്റെ ഫലമായിട്ട് പാർട്ടിയല്ലേ അവർ വളർത്തേണ്ടത്? പാർട്ടി വളർത്തിയോ? പാർട്ടി ശക്തിപ്പെടുത്തിയോ? പാർട്ടി ദുർബലപ്പെടുകയാണ്. പാർട്ടി വയ്ക്കുകയാണ്. അത് അവരും പരിശോധിക്കണം. പരിശോധിച്ചേ പറ്റുള്ളൂ. അവിടെ വേറെ ആരെങ്കിലും സഖാക്കൾക്ക് അതിൽ പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ അതും പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ച് എല്ലാവരും കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാണ്ട് കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതല്ലേ, എല്ലാവർക്കും അതിനകത്ത് പശ പറ്റിയിട്ടുണ്ട്. ആ പശകൾ തിരുത്തണം. പല ഫേസ്ബുക്ക് പേജുകളിലും വന്നിട്ടുണ്ട് നേതാക്കന്മാർ തീരുമാനിച്ച് അത് കായംകുളമല്ലേ? കായംകുളത്ത് നേരത്തെ പോലെ ഇങ്ങനെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി സഹാക്കളെ മോശപ്പെടുന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തുന്നതിൽ ഭക്തന്മാരായി കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതപ്പോൾ ഇപ്പം തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നടത്തുന്ന ഒരു ജൽപ്പനങ്ങളെന്നല്ലാണ്ട് ഇതിന് വേറൊരു കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു കാര്യങ്ങളുണ്ട്. അതായത് SNDP ജനറൽ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വത്തിൽ അവിടെ ഒരു കൃത്യമായ ഒരു പ്രതിഭയ്ക്കെതിരെ കൃത്യമായ ഒരു നീക്കം നടന്നിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ SNDP അങ്ങനെ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് കഴിഞ്ഞ 2 പ്രാവശ്യം അവരവിടെ ജയിച്ചത്. ആ 2 പ്രാവശ്യം SNDPക്കാരായിട്ടുള്ളവർ വോട്ട് ചെയ്തിട്ടല്ലേ ജയിച്ചു. അങ്ങനെ 2 പ്രാവശ്യം വോട്ട് ചെയ്ത SNDPക്കാരെ ആരെങ്കിലും മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, വേറെ ആരുടെ കുഴപ്പമാണ്. അവർക്ക് വോട്ട് ചെയ്താലേ SNDPക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടല്ല. അവർ പ്രത്യേകിച്ച് അവരൊരു ഈഴവ സ്ത്രീയാണെന്നുള്ള പരിഗണനയോടെ വെച്ചുകൊണ്ടാണ് ആ കായംകുളം മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഈഴവർ അവർക്ക് വോട്ട് ചെയ്തത്. ഇത്തവണ അവർ മാറ്റി ചെയ്യാൻ എന്താ കാര്യം എന്നുള്ളത് അവരും പരിശോധിക്കണം, പാർട്ടിയും പരിശോധിക്കണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണക്ക് നോക്കിയാൽ 3ാം സ്ഥാനത്താണ് പോയത് CPM പോയത്. അതിനുശേഷം അപ്പോഴും UPL തന്നെയാണ് അവിടെ ജനപ്രതിനിധി. ഈ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന യുവത്തിൽ തന്നെയാണ്. രണ്ടാമത് വരികയാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഈ വത്തിയൂറും ചെട്ടിയൂറും 10 അടക്കം മേഖല തിരിച്ചു വന്നു, വോട്ടുകൾ തിരിച്ചു വന്നു. പക്ഷെ നിയമസഭ വന്നപ്പോൾ വീണ്ടും പോകുന്ന ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു രീതിയിൽ വോട്ടുകൾ തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ അവിടെ MLA ആയതിനു ശേഷമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3ാമത് പോയി. അവിടുത്തെ LDF 3ാം സ്ഥാനത്തായി. ആ 3ാം സ്ഥാനത്ത് പോയതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ വിശദമായി പരിശോധിച്ചപ്പോഴത്തേക്ക് അത് കമ്മ്യൂണലായിട്ടുള്ള വോട്ട്. കാരണം ആ മണ്ഡലത്തിലെ നല്ലൊരു ശതമാനം ഈഴവരാണ്, അയാളുടെ വോട്ടർമാരാണ്. അവർ ഈഴവ വോട്ട് BJPക്ക് ചെയ്തു നല്ലൊരു ശതമാനം. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ 3ാം സ്ഥാനത്ത് പോയത്. അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഈ 3ാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിലെല്ലാം എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ തിരിച്ചു വന്നു. പത്തിയൂർ മാത്രമല്ല, കണ്ടല്ലൂർ പിന്നിലായിരുന്നു. കണ്ടല്ലൂർ തിരിച്ചു വന്നു. ദേവികുളങ്ങര പിന്നിലായിരുന്നു, തിരിച്ചു വന്നു. ചെട്ടികുളങ്ങര പിന്നെ പിന്നിലല്ലായിരുന്നു, എങ്കിലും വേണ്ടത്ര വന്നിരുന്നില്ല. ഇവിടെയെല്ലാം ഞങ്ങൾ തിരിച്ചു വന്നു. എല്ലായിടത്തും തിരിച്ചു വന്നു. ഭരണിക്കാവിൽ ഞങ്ങൾ തിരിച്ചു വന്നു. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാനതാ പറഞ്ഞത്, LDFന് ഉറപ്പായിട്ട് നൽകുമെന്ന് പറഞ്ഞ് പോളിങ്ങിന് ശേഷം കണ്ടെത്തിയ വോട്ടർമാർ, ആ വോട്ടർമാരിൽ തന്നെ 8000-ഓളം വോട്ട് മറിച്ച് ചെയ്തു. ആ 8000 വോട്ട് LDFന് തന്നെ ലഭിച്ചില്ലെങ്കിൽ ഈ വോട്ട് മറിച്ച് UDFന് കിട്ടിയതുകൊണ്ടാണ് UDF ജയിച്ചത്. ആ വോട്ട് മറിച്ച് UDFന് ചെയ്യാതെ LDFന് തന്നെ ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് LDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുകയാണ്. ഈ LDFിൻ്റെ ഈ വോട്ട് എന്തുകൊണ്ട് മറിഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ പോയി, ഇങ്ങനെ ചരിത്രത്തിലില്ല. പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതേവരെ LDFിൻ്റെ വോട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ വോട്ട് മാറിപ്പോകുന്ന സ്ഥിതിയില്ല. അവിടെ പാർട്ടിയുടെ വോട്ട് മാറിപ്പോയ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ പരിശോധനയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിഗമനത്തിലെത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ടവരെല്ലാം തിരുത്തുകയും പാർട്ടിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.